വളരെ കാലങ്ങൾക്ക് മുമ്പ് രാജസ്ഥാനിൽ മീര എന്ന് പറഞ്ഞൊരു കൃഷ്ണഭക്തയായിട്ടുള്ളൊരു കുഞ്ഞുണ്ടായിരുന്നു. കുഞ്ഞിന് ഏകദേശം ഒരു 5 വയസ്സൊക്കെയാണ് അപ്പോൾ പ്രായമായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു സാധു സന്യാസി മീരയുടെ വീട്ടിൽ വന്നു. അങ്ങനെ ആ സന്യാസി അന്നത്തെ ഒരു ദിവസം മീരയുടെ വീട്ടിൽ തങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. സ്നാനാദികളൊക്കെ കഴിഞ്ഞിട്ട് സന്ധ്യാവന്ദനത്തിനായിട്ട് ആ സന്യാസി തൻ്റെ സഞ്ചിയിൽ നിന്നൊരു ശ്രീകൃഷ്ണ പ്രതിമ പുറത്തെടുത്തു. അതിലിങ്ങനെ അർച്ചന ചെയ്ത് അതിലിങ്ങനെ ഭംഗിയായിട്ട് അർച്ചന ചെയ്ത് കൃഷ്ണനാമങ്ങൾ വിട്ടുകൊണ്ടിരുന്നു. ഇത് കണ്ടതും ആ കുഞ്ഞു മീരയ്ക്ക് ആ കൃഷ്ണവിഗ്രഹം തൻ്റെ ആണ് എന്നുള്ളൊരു തോന്നൽ തോന്നി. തനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് മീര കരയാൻ തുടങ്ങി. പക്ഷേ ആ സന്യാസി വരെ അത് കൊടുത്തില്ല. പിറ്റേ ദിവസം അദ്ദേഹം അവിടുന്ന് പോകുകയും ചെയ്തു. ആ കൃഷ്ണവിഗ്രഹം കണ്ടത് മുതൽ മീര കരച്ചിലാണ്. അത് തൻ്റെ വിഗ്രഹമാണെന്നും പറഞ്ഞിട്ടാണ് കരയുന്നത്. പക്ഷെ അച്ഛനും അമ്മയൊക്കെ എത്രത്തോളം ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മീരയ്ക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല. അത് തനിക്ക് തന്നെ വേണം. അത് തൻ്റെ പൂർവ്വജന്മ സ്മരണകൾ ഉണർന്നതുപോലെയാണ് ആ കുഞ്ഞു പ്രായത്തിൽ ആ മീര അന്ന് അവിടെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ. പിറ്റേ ദിവസം ആ സന്യാസി അവിടുന്ന് പോയി. അങ്ങനെ പകൽ മുഴുവൻ ഭിക്ഷയെടുത്ത് സന്യാസി വൈകുന്നേരത്തോടെ വേറെ ഏതോ ഒരു സ്ഥലത്തെത്തി. അവിടെ അന്തി ഉറങ്ങുമ്പോൾ അന്നത്തെ ദിവസം ഭഗവാൻ ഒരു സ്വപ്നം കാണിച്ചു കൊടുത്തു. ആ വിഗ്രഹം മീരയ്ക്ക് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ സന്യാസി അതത്ര കാര്യമാക്കിയില്ല. പിറ്റേ ദിവസം ഇതുപോലെ തന്നെ സംഭവിച്ചു. പിന്നെയും സ്വപ്നദർശനം ഉണ്ടായി. അത് അത്ര കാര്യമാക്കിയില്ല സന്യാസി. മൂന്നാമത്തെ ദിവസവും സ്വപ്നത്തിൽ ഭഗവാൻ ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ സന്യാസി തീരുമാനിച്ചു അത് ആ കുഞ്ഞിനെ തിരിച്ചു കൊണ്ട് ആ കുഞ്ഞിന് തൻ്റെ കൃഷ്ണപ്രതിമ ഏൽപ്പിക്കാനായിട്ട് സന്യാസി തിരിച്ച് മീരയുടെ വീട്ടിലേക്ക് വന്നിട്ട് ആ കുഞ്ഞിനെ ആ പ്രതിമ കൊടുക്കുകയാണ്. ആ ഒരു കൃഷ്ണവിഗ്രഹം മീരയ്ക്ക് കിട്ടിയത് മുതൽ മീര നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം ആ കൃഷ്ണവിഗ്രഹം കൂടെ ഉണ്ടാവും. കുളിക്കുന്നതിന് മുമ്പായി ആദ്യം ആ കൃഷ്ണവിഗ്രഹത്തെ കുളിപ്പിക്കും. പിന്നീട് മീര പോയി കുളിക്കും. ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ആദ്യം കൃഷ്ണവിഗ്രഹത്തിന് ഭക്ഷണം കൊടുക്കും. അങ്ങനെ മീര അതിനെ കൂടെ കൊണ്ട് നടക്കും. വളരെ കാലം പിന്നിട്ടു. മീര വളർന്നു വിവാഹപ്രായമായി. അങ്ങനെ മീരയുടെ വിവാഹം കഴിഞ്ഞു. ഒരു രാജകുടുംബത്തിലെ രാജപുത്രനായിരുന്നു. അപ്പോഴും മീരയുടെ കയ്യിൽ ഈ ശ്രീകൃഷ്ണ വിഗ്രഹം ഉണ്ട്. പക്ഷെ അധികകാലം ആ വിവാഹം നീണ്ടു നിന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ മീരയുടെ ഭർത്താവ് മരണപ്പെടുകയുണ്ടായത്. മീര പിന്നെയും തൻ്റെ സമയം മുഴുവനും കൃഷ്ണവിഗ്രഹത്തിൻ്റെ കൂടെ കഴിച്ചു. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ മീരയുടെ സ്വന്തം അച്ഛനും അമ്മയൊക്കെ മരിച്ചു. അങ്ങനെ ലോകത്തിൽ തനിക്ക് എന്ന് പറയാൻ ആരും ഇല്ലാത്തൊരവസ്ഥയായി. അങ്ങനെ അവിടെയുള്ള ആളുകൾ മുഴുവനും മീരയോടൊത്ത് ധാരാളം പേര് ശ്രീകൃഷ്ണ ഭജനയിലും കീർത്തനങ്ങളിലും ആരാധനയിലും ഒഴുകി നടന്നു. നാടിൻ്റെ പല ഭാഗത്തു നിന്നും സന്യാസിമാരൊക്കെ ഒഴുകിയെത്തി. ആയിരക്കണക്കിന് ഭക്തരുടെ നടുക്ക് രജപുത്ര കുടുംബത്തിലെ ആ മീര എത്രയോ ഒതുങ്ങി കഴിയേണ്ടിയിരുന്ന, ഒളിഞ്ഞും മറിഞ്ഞും കഴിയേണ്ടിയിരുന്ന രാജകൊട്ടാരങ്ങളുടെ അകത്തളങ്ങളിൽ മാത്രം ഒതുങ്ങേണ്ടുന്ന ആ കാലത്ത് മീര പരസ്യമായിട്ട് ആടാനും പാടാനും നൃത്തം വയ്ക്കാനും തുടങ്ങി. അന്തപുരത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും മീരയുടെ പാദസ്പർശനങ്ങൾ സംഗീതം ഒഴുക്കി. രാജകൊട്ടാരത്തിൻ്റെ ചുമരുകളിലെ ഓരോ കല്ലും മീരയ്ക്ക് താങ്ങും തണലുമായി നിലകൊണ്ടു. കൊട്ടാരത്തിൽ ഓരോ മണൽത്തരിയും മീരയുടെ പാദസ്പർശനത്താൽ പവിത്രമായി. ഓരോ മണൽത്തരിയിലും കൃഷ്ണഗീതം പൊഴിക്കുന്നത് പോലെ ആ ഭക്തയ്ക്ക് അനുഭവപ്പെട്ടു. ചിലങ്കയുടെയും പാദസരത്തിൻ്റെയും മധുരധ്വനിയേറ്റ് ആ രാജസ്ഥാനിലെ ഭൂമി പുളകം കൊണ്ടു. പക്ഷെ ഇതൊന്നും അവിടെ മീരയുടെ ഭർത്താവിൻ്റെ സഹോദരന്മാർക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. വെള്ളത്തിൻ്റെ അഭിമാനം കെടുത്തുന്ന നിന്നെ വെച്ച് പുലർത്താൻ പറ്റില്ല, ഇത് നിർത്തി മര്യാദയ്ക്ക് ഇവിടെ ജീവിച്ചോളണം എന്നൊക്കെ അവർ മീരയ്ക്ക് താക്കീത് കൊടുക്കുകയാണ്. പക്ഷെ മീരയ്ക്ക് യാതൊരു കൂസലും ഉണ്ടായില്ല. സാക്ഷാൽ ഭഗവാൻ തന്നെ കൂടെയുള്ളപ്പോൾ എന്ത് ക്ഷത്രിയൻ, എന്ത് രാജാവ്, എന്ത് കുലം, ആർക്കാണതൊക്കെ വേണ്ടത്? ആരോരുമില്ലാത്തവന് ഈശ്വരൻ തുണയായിട്ടുണ്ട്. പല വിധത്തിലും മീരയെ അവർ ഉപദ്രവിച്ചു. തിളച്ച വെള്ളം ദേഹത്തിലൊഴിച്ചു. അത് കാളിന്തിയിലെ ജലം പോലെ തണുത്ത് കോരിത്തരിപ്പിച്ചു. പാലിൽ വിഷം കലക്കി മീരയെ കുടിപ്പിച്ചു. മീര സന്തോഷത്തോടെ വിഷം വാങ്ങി കുടിച്ചു. അത് വിഷം സ്വയം മീരയ്ക്ക് അമൃതമായിട്ട് മാറി. അപ്പോഴേക്കും കൊട്ടാരത്തിലെ ജീവിതം ദുസ്സഹമാവുകയും ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല തൻ്റെ ജീവിതം എന്ന തിരിച്ചറിവ് മീരയെ രാജസ്ഥാനിലെ തെരുവുകളിലേക്കും അങ്ങാടികളിലേക്കൊക്കെ ആനയിച്ചു. അങ്ങനെ ഓരോ മണൽത്തരിയും മീരയുടെ കാലിൽ ചിലമ്പൊലികൾ തിരിച്ചറിഞ്ഞു. പക്ഷെ മീരയ്ക്ക് രാജസ്ഥാനിൽ നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയായി. അപ്പോൾ മീര കൃഷ്ണനോട് ചോദിക്കുകയാണ്, കണ്ണാ നീ പറയുക, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എങ്ങോട്ട് പോകും? നിസ്സഹായമായും നിരാലംബയായും ഒരു ഭക്തയുടെ തേങ്ങലായിരുന്നു അത്. മീരയ്ക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഒരു തോന്നുകയാണ്, മീര നീ വൃന്ദാവനത്തിലേക്ക് പൊക്കോളൂ, അവിടെ ആശ്രയം കിട്ടും. അങ്ങനെ വൃന്ദാവനത്തിലെത്തിയ മീരയ്ക്ക് ഗംഭീര സ്വീകരണം കിട്ടുകയാണ്. അങ്ങനെ സംഗീതവും പാട്ടും നൃത്തവും നാമസങ്കീർത്തനങ്ങളും കൊണ്ട് ആ ധന്യ വൃന്ദാവനത്തെ ഉത്തമമാക്കി. പിന്നീട് മീര അവിടെ നിന്നും ദ്വാരകയിലെത്തി.
കടലോര പ്രദേശമായ ദ്വാരകയിൽ ശ്രീകൃഷ്ണക്ഷേത്രത്തിൽ ദ്വാരകാധീശൻ്റെ മടിത്തട്ടിൽ ആ ഭക്ത ആനന്ദത്തോടെ കഴിഞ്ഞു. വർഷങ്ങളങ്ങനെ പലതും നീങ്ങി. രാജസ്ഥാനിൽ അപ്പോഴേക്കും ഭരണ നേതൃത്വത്തിൽ കാതലായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാജസ്ഥാനിലേക്ക് തന്നെ മീരയെ തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ട് രാജാവ് ദ്വാരകയിലേക്ക് ആളുകളെ പറഞ്ഞയക്കുകയായിരുന്നു. പക്ഷേ മീരയ്ക്ക് അവരുടെ കൂടെ രാജസ്ഥാനിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ രാജാവ് വീണ്ടും ചിലരെ അതിനായി നിയോഗിച്ചു. അതും വിഫലമായി. ഒടുവിൽ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ച് മീരയെ തിരിച്ച് രാജസ്ഥാനിലേക്ക് കൊണ്ടുവരാനായിട്ട് 7 ബ്രാഹ്മണരടങ്ങുന്ന ഒരു സംഘത്തെ രാജസ്ഥാനിൽ നിന്ന് രാജാവ് ദ്വാരകയിലേക്ക് അയച്ചു. അങ്ങനെ അവർ മീരയോട് താണുകീണ് അപേക്ഷിച്ചു. അപ്പോൾ ഒടുവിൽ ബ്രാഹ്മണർ പറഞ്ഞു, ഇന്നു മുതൽ ഞങ്ങൾ ദ്വാരകാധീശൻ്റെ ശ്രീകോവിലിന് മുന്നിൽ നിരാഹാരം ഇരിക്കുകയാണ്. നീ തിരിച്ച് രാജസ്ഥാനിലേക്ക് വരുന്നത് വരെ ഞങ്ങളിങ്ങനെ നിരാഹാരം ഇരിക്കും. ബ്രാഹ്മണരുടെ ആ തീരുമാനം മീരയ്ക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണരുടെ ദയനീയ അവസ്ഥ കണ്ടിട്ട് ദുഃഖിതയായിട്ടുള്ള മീര പറഞ്ഞു, ഞാൻ രാജസ്ഥാനിലേക്ക് മടങ്ങി വരാം. പക്ഷെ അതിനു മുമ്പ് ഞാൻ എൻ്റെ കൃഷ്ണനോടൊന്ന് സമ്മതം ചോദിച്ചോട്ടെ. കൃഷ്ണൻ സമ്മതം തന്നാൽ ഞാൻ നിങ്ങളോടൊപ്പം വരാം. ബ്രാഹ്മണർ പറഞ്ഞു, ചോദിച്ച അനുമതി വാങ്ങിച്ചോളൂ, ഞങ്ങൾ കാത്തിരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ദ്വാരകാധീശൻ്റെ മുറ്റത്ത് ബ്രാഹ്മണരുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് ദ്വാരകാധീശൻ്റെ പ്രതിഷ്ഠയിരിക്കുന്ന ശ്രീകോവിലേക്ക് മീര നടന്നു കയറി. ശ്രീകോവിലിൻ്റെ വാതിലുകൾ താനേ അടഞ്ഞു. അതാരും ശ്രദ്ധിച്ചില്ല. ബ്രാഹ്മണർ പുറത്ത് മീരയെ കാത്ത് നിരാഹാരത്തിലിരിക്കുകയാണ്. സമയം കടന്നുപോയി. നിമിഷം മണിക്കൂറുകളായി. മീര പുറത്തേക്ക് വരുന്നില്ല. ശ്രീകോവിലിൻ്റെ വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് കൃപാകടാക്ഷം പൊഴിഞ്ഞു നിൽക്കുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ മീരയെ അവർ കണ്ടില്ല. മീര എവിടെ പോയി? അവൾ പിന്നീട് പുറത്തു വന്നിട്ടില്ല. എന്താണ് മീരയ്ക്ക് സംഭവിച്ചതെന്ന് ഇന്ന് നിഗൂഢമായിട്ട് നിൽക്കുകയാണ്. മീര ഉടലോടെ കൃഷ്ണവിഗ്രഹത്തിൽ തന്നെ ലയിച്ചു എന്നുള്ളതാണ് ഒരു നിഗമനം.